എം കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ സഖാവ് EP ജയരാജനാണ് നാട്ടിലെങ്ങും ഇപ്പോൾ ചർച്ചാ വിഷയം. സഖാവ് എന്തോ വലിയ കുറ്റം ചെയ്തു, വലിയ പാതകം ചെയ്തു, പാർട്ടിക്ക് നിരക്കാത്ത എന്തോ സ്വഭാവ ദൂഷ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന രീതിയിലാണ് ഈ മാധ്യമങ്ങൾ വാർത്ത അടിച്ചുവിടുന്നത്. ജയരാജൻ സഖാവിനെ അറിയാവുന്നവർക്കറിയാം, ഈ ഭയങ്കരമായ പൊക്കവും വണ്ണവും ചുറ്റളവും കേവുഭാരമൊക്കെ ഉണ്ടെങ്കിലും കൊച്ചുകുട്ടികളുടെ മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. പെട്ടെന്ന് കരളലി, ആരെന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കും, ആരോട് സ്നേഹം അസൃണമായിട്ട് പെരുമാറുകയും. ഇപ്പം ഞാൻ തന്നെ പലതവണ അദ്ദേഹമായിട്ട് ടെലിവിഷൻ ചാനലുകളിലൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നെക്കുറിച്ച് പരുഷമായ പല വചനങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും കഴിഞ്ഞ വർഷം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ്റെ മകളുടെ വിവാഹം എറണാകുളത്ത് നടക്കുമ്പോൾ ഞാൻ അന്നാണ് ഈ സഖാവിനെ ആദ്യമായിട്ട് അടുത്ത് കാണുന്നത്. എത്ര സ്നേഹം അസൃണമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന ആളുകളുടെയൊക്കെ കണ്ണ് നിറഞ്ഞുപോയി ജയരാജൻ സഖാവിന് എന്നോടുള്ള സ്നേഹവും വാത്സല്യവും കണ്ടിട്ട്. ഞാനതുപോലെ തന്നെ പശ്ചാത്താപ നിർഭരമായ ഹൃദയവുമായിട്ടാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. സത്യത്തിൽ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ കല്യാണത്തിന് പോയതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ടായി. കല്യാണത്തിന് പോകുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഓണത്തിൻ്റെ ഉത്രാട ദിവസമായിരുന്നു. എന്നിട്ട് ഞാൻ പോയത് വെള്ളാപ്പള്ളി സഖാവിനോടുള്ള താല്പര്യം കൊണ്ടാണ്. പക്ഷേ അവിടെ ചെന്നുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതല്ല, EP ജയരാജനെ അടുത്ത് കാണാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിക്കാനും കഴിഞ്ഞു എന്നുള്ളിടത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിഷ്കളങ്കനായ, നമ്മൾ ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞ ഐസ് ഫ്രൂട്ട് പോലെ മനസ്സുള്ള ഈ സഖാവ് ഇപ്പോൾ വലിയ ഒരു തെറ്റ് ചെയ്തു എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ആക്ഷേപിക്കുന്നതിൽ വലിയ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ തന്നെ ജയരാജൻ സഖാവിനോട് പ്രത്യേകിച്ചും വലിയ ഈർഷ്യ വച്ച് പുലർത്തുന്നവരാണ് വലിയൊരു വിഭാഗം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും പല പഴിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ജയരാജൻ സഖാവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം വിദ്യാർത്ഥി രംഗത്തു കൂടി വന്ന ആളാണ്. പിന്നെ യുവജന സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. DYFIയുടെ അഖില ലോക സെക്രട്ടറിയോ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയൊക്കെ കേട്ടിരുന്നിട്ട് MV രാഘവനാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് ഉയർത്തിയത് എന്നാണ് കണ്ണൂർക്കാർ പറയുന്നത്. പക്ഷേ രാഘവൻ പാർട്ടി വിട്ടു പോയപ്പോൾ അദ്ദേഹം കൂടെ പോയില്ല. രാഘവനാണ് ശ്രീമതി ടീച്ചറുടെ അനിയത്തി ഇന്ദിരയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വിവാഹം പോലും നടത്തി കൊടുത്തു. എന്നിട്ടും അത്ര അടുപ്പമുണ്ടായിട്ടും അത്രയും സ്നേഹമുണ്ടായിട്ടും സ്വന്തം സഹോദരനേക്കാൾ വലിയ സ്ഥാനം രാഘവൻ സഖാവിന് കൊടുത്തിരുന്നുവെങ്കിലും ജയരാജൻ പാർട്ടിയുടെ കൂടെ നിന്നു. എന്ന് മാത്രമല്ല, 1987 തെരഞ്ഞെടുപ്പിൽ MV രാഘവനെതിരെ മത്സരിക്കാനായിട്ട് പാർട്ടി ജയരാജനോട് പറഞ്ഞു. ജയരാജൻ അഴീക്കോട്ട് പോയി രാഘവനെതിരായിട്ട് മത്സരിച്ചു, തോറ്റുപോയി. എങ്കിൽ പോലും ആ തോൽവി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വലിയ വിജയങ്ങളുടെ ഒരു തുടക്കമായിരുന്നു. അത് VS അച്യുതാനന്ദൻ്റെ വിശ്വസ്തനായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. മലപ്പുറം സമ്മേളനം മന്നവരെ അങ്ങനെ തന്നെയായിരുന്നു. ആ മലപ്പുറം സമ്മേളനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറുകണ്ഠം ചാടുകയും പിണറായി വിജയൻ്റെ വിശ്വസ്തനാവുകയും പിണറായി കഴിഞ്ഞാൽ പിന്നെ ജയരാജൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വികസിപ്പിച്ചു. അങ്ങനെ നിർണായകമായ മലപ്പുറം സമ്മേളനത്തിൽ പിണറായിയെ സഹായിച്ച, പിണറായിയുടെ വിജയം ഉറപ്പുവരുത്തിയ ഒരു ധീര സഖാവായിരുന്നു, ധീര വിപ്ലവകാരിയായിരുന്നു ജയരാജൻ. അദ്ദേഹം MLA ആയി, മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ അസൂയാലുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പല കിംവദന്തികളും പറഞ്ഞു വരുത്തി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ മകന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് നിയമനം കൊടുത്തു. അത് തെറ്റായിപ്പോയി, മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, ക്രമീകരണങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ജയരാജൻ സഖാവ് കുറച്ച് നാൾ രാജിവെച്ച് പുറത്ത് നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുത്തു, വ്യവസായ വകുപ്പ് തന്നെ കൊടുക്കച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദുരൂഹമായ കാരണങ്ങളാൽ ഇദ്ദേഹം അടക്കം 5 മന്ത്രിമാർക്ക് സീറ്റ് നിഷേധിച്ചു. അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയില്ല. അതിലുപരി കോടിയേരി ബാലകൃഷ്ണൻ മകൻ കഞ്ചാവ് കേസിൽപ്പെട്ടത് പ്രമാണിച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കല്ല, ലീവ് എടുത്തപ്പോൾ ആ ചുമതല ജയരാജൻ സഖാവിനാണ് കൊടുക്കേണ്ടിയിരുന്നത്. അത് കൊടുക്കാതെ ആ ഉത്തരവാദിത്വം വിജയരാഘവന് കൊടുത്തു. വിജയരാഘവൻ പിന്നീട് വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായി. വിജയരാഘവൻ്റെ സ്ഥാനത്ത് ജയരാജനാണ് ആകേണ്ടിയിരുന്നത്. അത് കൊടുത്തില്ല. അതിനേക്കാൾ ഉപരി വേറൊരു വലിയ അവമാനം കൂടി സംഭവിച്ചു. അത് പാർട്ടി സെക്രട്ടറി ആയിട്ട് MV ഗോവിന്ദനെ കൊടുത്തു. കോടിയേരി ബാലകൃഷ്ണൻ ഭരിച്ചപ്പോൾ ന്യായമായിട്ട് ആ സ്ഥാനത്തേക്ക് വരുന്നത് ജയരാജനാണ്. പക്ഷേ ജയരാജൻ സഖാവ് യാതൊരു അമർഷമോ ഈർഷ്യയോ
അസഹിഷ്ണുതയെ കാണിച്ചില്ല. അദ്ദേഹം ഉത്തരവാദിത്വമുള്ളൊരു പാർട്ടിക്കാരനായിട്ട് പാർട്ടിയുടെ ഒരു സാധാരണ ഭടനായിട്ട് തുടർന്നു. LDF കൺവീനർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ എടുത്ത പോങ്ങാത്ത പദവിയൊന്നുമല്ല, പ്രത്യേകിച്ച് ജയരാജനെ പോലെ ഒരാൾക്ക്. അദ്ദേഹത്തിൻ്റെ സ്ഥാനവലിപ്പവും മഹത്വവും പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനവും പിന്നെ പാർട്ടിക്ക് വേണ്ടി വെടികൊണ്ടു എന്നതും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ പുള്ളിയെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ പോലും ഒട്ടും തെറ്റു പറയാൻ പറ്റില്ല, ഒട്ടും കൂടുതലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ സഖാവിനെയാണ് ഇപ്പോൾ ജാവ്ദേക്കറുമായി ബന്ധപ്പെടുത്തി ആളുകൾ ആക്ഷേപിക്കുന്നത്. സത്യം പറഞ്ഞ ഈ ജാവേദ്കർ വന്നപ്പോൾ തൊട്ട അയൽവക്കത്തെ വീട്ടിൽ എപ്പോഴോ വന്നപ്പോൾ ഇദ്ദേഹത്തെ പോലൊരു മഹാൻ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ ജയരാജനെ ഒന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തു. അത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല. അല്ലാതെ പ്രേമേന്ദ്രനെ പോലെ പരസ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ കൂടെ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുകയോ ഉണ്ടംപൊരി കഴിക്കുകയൊന്നും ചെയ്തില്ല. അവനവൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു വീട്ടുമര്യാദ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാവേദ്കർ ചായ കുടിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ചായ കുടിച്ചു. അപ്പോൾ വീട്ടിൽ എന്തോ പഴംപൊരിയോ ബോണ്ടയോ ഏതാണ്ട് ഉണ്ടാക്കിയിരുന്നു. അതും ഒരെണ്ണം കഴിച്ചു. ജാവേദ്കർ പോയി. അപ്പോൾ ജാവേദ്കറോട് ഇദ്ദേഹം ചോദിച്ചു, സഖാവേ, ഞങ്ങളുടെ പാർട്ടിയിൽ ചേരാൻ താല്പര്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് താങ്കൾക്കറിയാമോ? ഈ പ്രസ്ഥാനത്തിലേക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും BJP പിരിച്ചുവിട്ടതായിട്ട് വരും. പിന്നെ BJPയിൽ നിന്ന് തന്നെ നേതാക്കന്മാർ ഈ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് OK വാസു മാസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ധീര BJPക്കാരനുണ്ട്. അദ്ദേഹം BJPയിൽ നിന്ന് രാജിവെച്ച് വന്ന ആളാണ്. പിന്നെ അമ്പാടിമുക്ക് സഖാക്കളെക്കുറിച്ച് ജാവേദ്കർ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇതുപോലെ വന്നവരാണ്. ആ മാതൃകയിൽ താങ്കൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ജാവേദ്കർ പക്ഷേ അതിൻ്റെ അത് വീണില്ല. ജാവേദ്കർ പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ അദ്ദേഹം പറഞ്ഞ് ഹിന്ദിയിലും ഇദ്ദേഹം പറഞ്ഞത് മലയാളത്തിലും ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇത്ര സംഭവിച്ചിട്ടുള്ളൂ. അത് പാർട്ടിയെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാർ വരും, അതൊക്കെ അപ്പോൾ പാർട്ടി അറിയിക്കാൻ പറ്റും. ഇനി പാർട്ടി അറിയിച്ചിട്ട് വല്ല വിശേഷമുണ്ടോ? പാർട്ടിക്കാർ ഇതിൻ്റെ പേരിൽ വല്ല പാർട്ടി നടത്താനായിട്ട് പോകുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സില്ലി മാറ്റേഴ്സൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജയരാജനെ, മഹാനായ നേതാവിനെ അങ്ങനെ കുറ്റപ്പെടുന്നത് ശരിയല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ നാളെ നടക്കാൻ പോകുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാൾ പോലും ജയരാജൻ സഖാവിനെ കുറ്റപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം നിഷ്കളങ്കനാണ്, സാധു മനുഷ്യനാണ്, ഹൃദയശുദ്ധിയുള്ള ആളാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഈ പാപിയോട് കൂട്ടുചേർന്നാൽ പരമശിവനാണെങ്കിലും കളങ്കമുണ്ടാകും എന്ന് പറഞ്ഞു. പരമശിവനെന്ന് ഉദ്ദേശിച്ചത് ജയരാജനെയാണ്. കാരണം ജയരാജൻ ഇങ്ങനെ കഴുത്തിൽ വെടിയുണ്ടയുമായിട്ട് നടക്കുന്ന ആളാണ്. പരമശിവനാണെങ്കിൽ കഴുത്തിൽ പാമ്പിനെ ചുറ്റിക്കൊണ്ട് നടക്കുന്ന ആളാണ്. അതാണ് അവർ തമ്മിലുള്ള സാദൃശ്യം. പിന്നെ പരമശിവൻ്റെ കൂടെ പാർവതി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ജയരാജൻ്റെ കൂടെ ഇന്ദിര സഖാവ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ ജയരാജൻ്റെ തലയിൽ ഗംഗാ നദി ഉത്ഭവിക്കുന്നില്ല. പറശ്ശിനിക്കടവിലേക്ക് ഒഴുകുന്ന മറ്റേ പുഴയും ഒഴുകുന്നില്ല. അതൊഴിച്ചാൽ പരമശിവനോട് നല്ല സാദൃശ്യമുള്ള ആളാണ് ജയരാജൻ. രണ്ടുപേരുടെ സ്വരമാധുര്യം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോഴത്തേക്കും മുഖ്യമന്ത്രി ജയരാജനെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് വലിയ ആക്ഷേപമുണ്ടായി. മറ്റ് പല ആളുകളും ജയരാജൻ്റെ പേരിൽ നടപടി ഉണ്ടാകും എന്ന രീതിയിലുള്ള പല കുപ്രചാരണങ്ങളും നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. ജയരാജൻ സഖാവിനെ അറിയാവുന്നവർക്ക് അറിയാം. അദ്ദേഹത്തെ പോലെ നന്മയുള്ള, അദ്ദേഹത്തെ പോലെ ധീരതയുള്ള, ശേഷിയും ക്ഷേമുഷിയുമുള്ള ഒരു ധീര സഖാവിനെ ഒരു തരത്തിലും പാർട്ടി നോവിക്കുകയില്ല. മാത്രവുമല്ല, ഈ LDF കൺവീനർ എന്ന് പറഞ്ഞാൽ അത്ര എടുത്തപ്പോങ്ങാത്ത പദവിയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ വെറും നിസ്സാരമാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകേണ്ടിയിരുന്ന ജയരാജൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകേണ്ടിയിരുന്ന ജയരാജൻ, പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ജയരാജൻ, ആ ജയരാജനെ സംബന്ധിച്ചുള്ള ഈ LDF കൺവീനർ എന്ന് പറഞ്ഞത് വെറും നിസ്സാരമാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി ഒരു നടപടി സ്വീകരിക്കില്ല. പിന്നെ ഇദ്ദേഹം ഈ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ നടത്തിയത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന കൊജ്ഞാണന്മാരുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. ജയരാജൻ്റെ ഹൃദയശുദ്ധി കൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന് മറച്ചു വെക്കാൻ യാതൊന്നുമില്ല. കാര്യങ്ങൾ അപ്പം തന്നെ തെളിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെയോ അല്ലെങ്കിൽ മറ്റേ ദല്ലാൾ നന്ദകുമാറിൻ്റെ ഒന്നും വാക്ക് കേട്ട് പേടിക്കുന്ന ആളെ അല്ല സഖാവ് EP ജയരാജൻ. അപ്പോൾ EP ജയരാജൻ്റെ പേരിൽ നടപടി എടുക്കും, സഖാവിനെ മൂക്കിൽ വലിക്കും എന്നൊക്കെ പറയുന്നവർ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഏതായാലും ജയരാജൻ സഖാവിൻ്റെ കൂടെയാണ്.
അന്ന് വെള്ളാപ്പള്ളിയുടെ അവിടെ കല്യാണത്തിന് കണ്ടപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജയരാജൻ സഖാവിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സഖാവിൻ്റെ കരുത്തും കഴിവും ഇനി CPM-കാർക്ക് മനസ്സിലായില്ലെങ്കിലും BJP-കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.